പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് സൈറ്റുകൾ ഇപ്പോൾ ഹൂത്തികൾ ആക്രമിച്ചിരിക്കുകയാണ്. ഹൂത്തികൾ പറയുന്നത് സൗദി അറേബ്യയുടെ ഡ്രോൺ ഞങ്ങളുടെ വ്യോമ മേഖല ഉപയോഗിച്ചിട്ടുണ്ട്, അത് അതിക്രമിച്ച് കടന്നിട്ടുണ്ട്, അതിനുള്ള തിരിച്ചടിയാണ് എന്ന പേരിൽ ജിസാനിലുള്ള എയർപോർട്ടിലുള്ള റഡാർ സംവിധാനം തകർത്തിരിക്കുകയാണ്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രോണുകളാണ്. ഡ്രോൺ ഉപയോഗിച്ച് ജിസാനിലുള്ള എയർപോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗം തകർത്തിരിക്കുകയാണ്. അതോടൊപ്പം രണ്ടാമതൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് സൗദി അറേബ്യയുടെ എംബോ എന്നറിയപ്പെടുന്ന ഭാഗത്ത് സൗദി അറേബ്യയുടെ പോർട്ടിൽ വെച്ച് തന്നെ ഓയിൽ ടാങ്ക് ആക്രമിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ന് ഇന്ത്യയുടെ ഒരു കപ്പൽ ആക്രമിച്ചിട്ടുണ്ട്. അത് കടലിൽ മുങ്ങി എന്ന വാർത്ത വരുന്നതിന് ശേഷമാണ് ഇങ്ങനെ പുതിയൊരു വാർത്ത വരുന്നത്. സൗദി അറേബ്യയുടെ പോർട്ട് വിട്ടുകൊണ്ട് യമനിന്റെ ഭാഗത്ത് എത്തിയിട്ടില്ല. ഇന്ത്യൻ കടൽ യമനിന്റെ തീരത്താണ് ആക്രമിക്കപ്പെടുകയും മുങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ഇന്ന് സൗദി അറേബ്യയുടെ കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് സൗദിയുടെ പോർട്ടിൽ വെച്ച് തന്നെയാണ്. അതായത് യമനിന്റെ ബോർഡറിലേക്കോ യമനിന്റെ അതിർത്തിയിലേക്കോ ഈ കപ്പൽ എത്തിയിട്ടില്ല. സൗദിയുടെ തുറമുഖ കേന്ദ്രങ്ങളിൽ വെച്ച് തന്നെയാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ വ്യോമ മേഖല അതിക്രമിച്ച് കയറാൻ സൗദി അറേബ്യ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ആക്രമിക്കുമെന്നാണ്. തീർച്ചയായും അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം, തിരിച്ചടി ഉണ്ടാകുമെന്ന് ഹൂത്തികളുടെ തലവൻ യഹ്യ, അവരുടെ സ്പോക്സ്മാൻ യഹ്യ സരിയെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം 8ഓളം കപ്പലുകളാണ് ഈ ഒരു ആഴ്ചക്കിടെയായി ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. സൗദി അറേബ്യയും അതുപോലെ ഹൂത്തികളും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക്, സമാധാനപരമായ ഒരു കരാറിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് വലിയ ദുരന്തമായിരിക്കും സമ്മാനിക്കുക. കാരണം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, യമനികൾക്ക് കൂടുതൽ നഷ്ടപ്പെടാനില്ല. സൗദി അറേബ്യയുടെ ഇൻഡസ്ട്രിയൽ ഏരിയ, അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ അറാംകോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ, ഇതെല്ലാം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ സൗദിക്ക് വലിയ രൂപത്തിലുള്ള നഷ്ടമുണ്ടാകും. സൗദി അറേബ്യയുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗവും നമുക്കറിയാം ഈ എണ്ണ റിഫൈനറികളാണ്, ഇതിന്റെ കയറ്റുമതികളാണ്. ഇതിലുണ്ടാകുന്ന പ്രതിസന്ധികൾ വലിയ രൂപത്തിലുള്ള നഷ്ടം സൗദി അറേബ്യക്ക് ഉണ്ടാക്കും. എന്നാൽ ആ രീതിയിലുള്ള തിരിച്ചടികളായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ഹൂത്തികൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇറാന് സൗദി അറേബ്യയെ നേരിട്ട് ആക്രമിക്കാതെ മറ്റൊരു വഴി ഹൂത്തികളിലൂടെ സ്വീകരിച്ചിരിക്കുകയാണ്. കാരണം സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അത്ര വലിയൊരു ക്ലാഷിലേക്ക് പോകേണ്ട എന്നൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സംവിധാനങ്ങൾ തകർക്കുക എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇറാൻ യഥാർത്ഥത്തിൽ ഹൂത്തികളെ തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.